ഇന്ത്യയുടെ എതിർപ്പിനാൽ വഴിമുട്ടിയ ഇന്ത്യ-US കരാർ യാഥാർത്ഥ്യമാക്കാൻ പ്രേരണയായത് US പുറത്തുവിട്ട എപ്സ്റ്റീൻ ഫയലുകളാണെന്ന ആരോപണം ഉയർത്തിയത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ്. ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു മുൻപാണ് അനിൽ അംബാനി വഴി US ഇസ്രയേൽ ചങ്ങാത്തമുണ്ടാക്കാൻ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളിയും US ശതകോടീശ്വരനുമായ ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ടു എന്ന ആരോപണം ഉയരുന്നത്. US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട പുതിയ ഫയലുകളിൽ നിന്നാണ് ഇത് പുറത്തു വന്നത്. എപ്സ്റ്റീന്റെ ഉപദേശം സ്വീകരിച്ച പ്രധാനമന്ത്രി ഇസ്രായേലിൽ വെച്ച് US പ്രസിഡന്റിന്റെ ആവശ്യപ്രകാരമുള്ള കാര്യങ്ങളിൽ വ്യാപാര കരാറിൽ ഇടപെട്ടു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. എപ്സ്റ്റീൻ ഫയലുകളിൽ വെളിപ്പെടാത്തത് ഇനിയും വരാനിരിക്കുകയാണെന്നും രാജ്യം മുഴുവൻ അതറിയാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നുമായിരുന്നു പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഈ പശ്ചാത്തലത്തിൽ സ്പോട്ട്ലൈറ്റ് അന്വേഷിക്കുകയാണ് US വ്യാപാര കരാറിന് പിന്നിൽ എപ്സ്റ്റീനോ. ന്യൂയോർക്ക് സിറ്റിയിലെ പ്രമുഖ വിദ്യാലയമായ ഡാൾട്ടൺ സ്കൂളിലെ ഗണിത അധ്യാപകനായി കരിയർ തുടങ്ങിയ ജെഫ്രി എപ്സ്റ്റീൻ 1970കളിൽ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ബയർ സ്റ്റേൺസിൽ ജോലി ആരംഭിച്ചതോടെയാണ് ജീവിതം മാറ്റിമറിച്ച നിക്ഷേപ ലോകത്തേക്കുള്ള യാത്ര ആരംഭിക്കുന്നത്. 1982ൽ സ്വന്തം സ്ഥാപനമായ ജെ എപ്സ്റ്റീൻ ആൻഡ് കോ സ്ഥാപിച്ചു. 100 കോടിയിലധികം വരുമാനമുള്ളവർക്ക് പ്രത്യേക സേവനങ്ങൾ വാഗ്ദാനം ചെയ്ത് എപ്സ്റ്റീൻ പ്രമുഖരുമായി വ്യക്തിബന്ധം സ്ഥാപിച്ചു. ശതകോടീശ്വര പണമിടപാടുകാരനും കോർപ്പറേറ്റ് ഇടനിലക്കാരനുമായി ജെഫ്രി എപ്സ്റ്റീൻ മാറി. പിന്നീട് ജെഫ്രി എപ്സ്റ്റീനെ 2008ലാണ് ലൈംഗിക കുറ്റകൃത്യങ്ങൾ അടക്കമുള്ളവ തെളിയിക്കപ്പെട്ടത്. വിവിധ രാജ്യങ്ങളിലെ പ്രമുഖ രാഷ്ട്രീയക്കാർ, രാജകുടുംബാംഗങ്ങൾ, ശാസ്ത്രകാരന്മാർ, വൻകിട ടെക്നോക്രാറ്റുകൾ, സെലിബ്രിറ്റികൾ ഇവരൊക്കെയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന എപ്സ്റ്റീൻ ന്യൂയോർക്കിലും പാരീസിലും അടക്കം ആഡംബര വസതികളും US-ൽ സ്വകാര്യ ദ്വീപുമുണ്ടായിരുന്നു. ജയിലിൽ നിന്നും ചെറിയ ശിക്ഷ ലഭിച്ച് പുറത്തു വന്നെങ്കിലും 2019ൽ കുട്ടികളെ ലൈംഗിക കുറ്റങ്ങൾക്ക് കടത്തി എന്ന കേസിൽ വീണ്ടും അറസ്റ്റിലായി. വിചാരണയിലിരിക്കെ ഓഗസ്റ്റിൽ എപ്സ്റ്റീൻ മാൻഹാട്ടൻ ജയിലിൽ വച്ച് ജീവനൊടുക്കി. ഡിസംബർ 19നാണ് US നീതിന്യായ വകുപ്പ് 30 ലക്ഷത്തിലധികമുള്ള എപ്സ്റ്റീന്റെ സ്വകാര്യ രേഖകളിൽ അന്വേഷണത്തിനായി പുറപ്പെട്ടത്. ഘട്ടം ഘട്ടമായി പുറത്തു വന്ന രേഖകളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്, ശതകോടീശ്വരനായ ഇലോൺ മസ്ക്, ബിൽ ഗേറ്റ്സ്, പോപ്പ് താരം മൈക്കൽ ജാക്സൺ, ഓസ്കാർ ജേതാവ് കെവിൻ സ്പേസി അടക്കമുള്ളവരുടെ ചിത്രങ്ങൾ ഉള്ള രേഖകളൊക്കെയും പുറത്തു വന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നേരിട്ട് ഇടപെട്ടതിന്റെ രേഖകൾ എപ്സ്റ്റീൻ ഫയലിൽ ഇല്ലെങ്കിലും നരേന്ദ്രമോദിയുടെ 2017ലെ ഇസ്രായേൽ സന്ദർശനത്തിന് മുൻപും ശേഷവും റിലയൻസ് സഹോദരന്മാരിൽ ഒരാളായ അനിൽ അംബാനി ഇന്ത്യൻ നേതൃത്വത്തിന് വേണ്ടി നടത്തിയ മെയിൽ സന്ദേശങ്ങളാണ് ഇപ്പോൾ വിവാദമാകുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി മോദി ഇസ്രായേലിലേക്ക് യാത്ര ചെയ്തുവെന്നും അവിടെ നൃത്തമാടുകയും പാട്ടുപാടിയെന്നും അത് എപ്സ്റ്റീന്റെ നിർദ്ദേശം അനുസരിച്ചായിരുന്നുവെന്നും US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ഫയൽ രേഖകളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. നൃത്തമാടുകയും പാട്ടുപാടിയെന്നും പറയുന്നത് US താൽപര്യപ്രകാരം പ്രവർത്തിച്ചു എന്നുള്ള സൂചനയാകാം കേട്ടോ. 2017ൽ ട്രംപ് ആദ്യമായി US പ്രസിഡന്റുമായി അധികാരമേറ്റപ്പോൾ അനിൽ അംബാനി എപ്സ്റ്റീൻ അയച്ച മെയിലും ഇപ്പോൾ ചർച്ചയാവുകയാണ്. ട്രംപിന്റെ മരുമകൻ ജറാദ് കുഷ്നർ അടക്കമുള്ള അടുത്ത വൃത്തങ്ങളുമായി ബന്ധപ്പെടാൻ നേതൃത്വം സഹായം ചോദിക്കുന്നുണ്ടെന്നാണ് അനിലിന്റെ മെയിൽ സന്ദേശം. ട്രംപ് മോദി കൂടിക്കാഴ്ചയ്ക്ക് അനിൽ എപ്സ്റ്റീനോട് സഹായം ചോദിക്കുന്നതും ഈ രേഖകളിലുണ്ട്. പ്രധാനമന്ത്രി 2017 ജൂലൈയിൽ ഇസ്രയേൽ സന്ദർശിച്ചിരുന്നു എന്നതൊഴിച്ചാൽ ഫയലുകളിലെ മറ്റു സൂചനകളിൽ ഒരു കുറ്റവാളിയുടെ വെറും പാഴ്വാക്കുകൾ മാത്രമാണെന്നും അവ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നുവെന്നുമാണ് വിവാദം ഉയർന്ന ഉടൻ തന്നെ വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവന ഇറക്കിയത്. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പേര് ഫയലിൽ ഇടം പിടിച്ചത് BJPയെ പ്രതിരോധത്തിലാക്കി. ഇന്ത്യൻ വിദേശകാര്യ വകുപ്പിൽ നിന്നും വിരമിച്ച പുരി 2014ലാണ് BJPയിൽ ചേർന്നത്. 2025ൽ 2 വട്ടം എപ്സ്റ്റീൻ മാൻഹാട്ടൻ വസതിയിൽ പുരി സന്ദർശിച്ചിട്ടുണ്ട് എന്നും രേഖകൾ പറയുന്നു. അതേസമയം സന്ദർശന വിഷയം തീർത്തും ബിസിനസ് കാര്യങ്ങൾക്കായിരുന്നുവെന്നും ഹർദീപ് സിംഗ് പുരി സമ്മതിച്ചിട്ടുണ്ട്. എപ്സ്റ്റീൻ ഇസ്രായേൽ ചാര സംഘടനയായ മുസാദുമായി ബന്ധമുണ്ടായിരുന്നോ എന്ന അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായതാണ്. ഇസ്രായേൽ മുൻ പ്രധാനമന്ത്രിയായിരുന്ന എഹൂദ് ബരാക്ക് എപ്സ്റ്റീന്റെ അടുത്ത സുഹൃത്തായിരുന്നു. എപ്സ്റ്റീന്റെ ന്യൂയോർക്കിലെ വീട്ടിൽ ഇയാൾ മുഖം മറച്ച് കയറിപ്പോകുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നതാണ്. എപ്സ്റ്റീൻ തന്റെ ബിസിനസ് ആവശ്യങ്ങൾക്കായി വലിയ തുക ബരാക്കിന് നൽകിയിരുന്നതായും റിപ്പോർട്ടുകളിലുണ്ട്. എപ്സ്റ്റീന്റെ കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാണ് എന്നാരോപിക്കപ്പെട്ട പങ്കാളി ഗ്ലിസയൻ മാക്സ്വെല്ലിന്റെ പിതാവ് റോബർട്ട് മാക്സ്വെൽ മൊസാദ് ഏജന്റുമായിരുന്നു. 1991ൽ ഇയാൾ മരിച്ചപ്പോൾ ഇസ്രായേലിൽ ഔദ്യോഗിക ബഹുമതികളോടെയാണ് അടക്കം ചെയ്തത്. പിതാവിന്റെ ഈ ചാരബന്ധം മകളിലൂടെ എപ്സ്റ്റീനിലേക്കും നീണ്ടു എന്നാണ് ആരോപണം ഉയരുന്നത്.
ഒരു സാധാരണ കുറ്റവാളി എന്നതിലുപരി സയനിസ്റ്റ് താല്പര്യങ്ങൾക്കായി ലോക നേതാക്കളെ നിയന്ത്രിക്കാൻ ഉപയോഗിച്ച കരുവായിരുന്നു എപ്സ്റ്റീൻ എന്ന വിമർശനവും ഉയരുകയാണ്. എപ്സ്റ്റീൻ ഫയൽ വിവാദം പാർലമെന്റിൽ ചൂടുപിടിച്ചപ്പോഴും പ്രധാനമന്ത്രി മൗനത്തിലായിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തെ കൊണ്ട് എന്തിന് മറുപടി പറയിപ്പിച്ചു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. US നീതിന്യായ വകുപ്പ് പുറത്തുവിട്ട ഒരു ഇമെയിലിലെ പരാമർശത്തിൽ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീൻ മോദിയുടെ പേര് പരാമർശിച്ചിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തുവന്നത്. മോദി തന്റെ ഉപദേശം സ്വീകരിച്ചു എന്നാണ് ഇമെയിലിൽ എപ്സ്റ്റീൻ പരാമർശിച്ചിട്ടുള്ളത്. അമേരിക്കൻ പ്രസിഡന്റിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് എന്നും അതുകൊണ്ട് ഗുണമുണ്ടായെന്നും പരാമർശമുണ്ട്. എന്നാൽ എന്ത് പ്രയോജനമാണ് ലഭിച്ചത് എന്ന് ഈ മെയിലിൽ വ്യക്തമാക്കിയിട്ടില്ലെന്ന് പ്രതിപക്ഷം പറയുന്നു. അതുപോലെ എന്തിനാണ് എപ്സ്റ്റീന്റെ ഉപദേശം കേട്ടതെന്നും കോൺഗ്രസ് ചോദിക്കുകയാണ്. പ്രധാനമന്ത്രി 2017 ഇസ്രായേലിൽ പോയതിനപ്പുറം ഒരു യാഥാർത്ഥ്യവുമില്ലെന്ന് മന്ത്രാലയം വിശദീകരിക്കുമ്പോഴും ഇടപെടലുകളിലെ ദുർഗന്ധം ഭരണതലത്തിൽ നിന്നുണ്ടാകുന്നുവെന്ന സത്യത്തിന് നേരെ മുഖം തിരിക്കാൻ കഴിയില്ല. ഇതേ ചോദ്യം തന്നെയാണ് US വ്യാപാര കരാറിന് പിന്നിലെ അടിയൊഴുക്കുകൾ എന്താണ് എന്നതിലും ഉയരുന്നത്. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും സ്പോട്ട്ലൈറ്റിൽ കാണാം. നമസ്കാരം.